ഹായ് സുഹൃത്തുക്കളെ, PWD ഇറിഗേഷനിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ പരീക്ഷയുടെ സിലബസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയുടെ തീയതി PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ പരീക്ഷാ കലണ്ടറിനൊപ്പം ജൂലൈ 23-നാണ് ഈ പരീക്ഷ നടക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള ദിവസങ്ങൾ ചിട്ടയോടെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കും. ഉയർന്ന റാങ്ക് തന്നെ നേടാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ PWD ഇറിഗേഷനിൽ PWD അതാണ് പ്രധാനമായിട്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതാണ്. കൂടാതെ ട്രേസർ ഇൻ KSDC കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലുള്ള ട്രേസർ ഫോർ SC/ST വേണ്ടിയിട്ടുള്ള അതിനുള്ള കോർപ്പറേഷന് വേണ്ടിയിട്ടാണ്. അത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, ട്രേസറുടെ ഡയറക്ട് റിക്രൂട്ട്മെന്റ്. അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 3 ഇറിഗേഷനിലേക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെയും സിലബസ് ഇത് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാറ്റഗറി നമ്പർ 008/2024, 293/2024, 736/2024 ഈ 3 കാറ്റഗറികൾക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള പരീക്ഷയാണ് നടത്തുന്നത്. ഒറ്റ പരീക്ഷയാണ്, പക്ഷെ വ്യത്യസ്തമായ റാങ്ക് ലിസ്റ്റുകളായിരിക്കും ഇതിൽ നിന്ന് പബ്ലിഷ് ചെയ്യുക. അപ്പൊ എന്താണ് സിലബസ് എന്ന് നമുക്ക് നോക്കാം. ഇത് മുൻപ് പരീക്ഷകൾക്ക് വിവിധ ഗ്രേഡ് 2 ഗ്രേഡ് 3 പരീക്ഷകൾക്കായിട്ട് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള അതേ സിലബസ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മൊഡ്യൂൾ 1 ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 8 മാർക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് സാധാരണ നമ്മൾ ഡ്രോയിങ്ങിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഡ്രോയിങ് ഷീറ്റ്, ടൈപ്സ് ഓഫ് ലൈൻസ്, സ്കെയിൽസ്, പ്രൊജക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ 2 ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 12 മാർക്ക് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ഓരോ വരിയിൽ തന്നിട്ടുണ്ടെങ്കിലും കുറെ കാര്യങ്ങളുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് സ്റ്റോൺസ്, ബ്രിക്സ്, ലൈം, ടിമ്പർ, ടൈല്, സാൻഡ്, സിമെന്റ്, മോർട്ടാർ, കോൺക്രീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുനിന്നുണ്ട്. മൊഡ്യൂൾ 3 ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ 20 മാർക്കുണ്ട്. മേസൺറി, അതുപോലെ തന്നെ ഫൗണ്ടേഷന്, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, സ്കഫോൾഡിങ്, ഡാം പ്രൂഫിംഗ് തുടങ്ങിയ കാര്യങ്ങൾ RCCയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലിൻഡൽസ്, കോളംസ്, ലം ടെസ്റ്റ്, സ്റ്റീൽ സ്ട്രക്ചേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 4 ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ്. ബിൽഡിംഗ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബിൽഡിംഗ് ബൈലോ, പ്രൊവിഷൻ ഫോർ സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൂടാതെ എസ്റ്റിമേഷന്റെ കുറെ കാര്യങ്ങളുണ്ട്. റേറ്റ് എസ്റ്റിമേഷൻ, ലേബർ, മെറ്റീരിയൽസ്, അതിന്റെയൊക്കെ വാല്യുവേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. മൊഡ്യൂൾ 5 ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇറിഗേഷന് വാട്ടർ റിക്വയർമെന്റ് ഓഫ് ക്രോപ്സ്, വെയേഴ്സ് ആൻഡ് ബാരേജസ്, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ആൻഡ് ടർബൈൻസ് 6 മാർക്ക് മാത്രമാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. സർവേയിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. 14 മാർക്കാണ് സർവേയിങ്ങിൽ നിന്നുള്ളത്. ഏതൊക്കെയാണ്? ചെയിൻ സർവേയിങ് വരും, കോമ്പസ് സർവേ വരും, പ്ലെയിൻ ടേബിൾ സർവേ, ലെവലിംഗ്, കോണ്ടൂറിംഗ്, കർവ്സ്, തിയോഡലൈറ്റ് സർവേ, ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ, ദെൻ ടോട്ടൽ സ്റ്റേഷൻ, മെഷർമെന്റ് വിത്ത് ടോട്ടൽ സ്റ്റേഷൻ, ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇത് നമുക്ക് എളുപ്പം ഒരുപാടൊന്നുമില്ല, പക്ഷെ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ 14 മാർക്ക് നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. 8 മാർക്കിന് ഓട്ടോ കാഡ് നമ്മളോട് ഉണ്ട്. ഓട്ടോ കാഡിന്റെ ഇൻട്രഡക്ഷന്, ബേസിക് കമാൻഡ്സ്, അതിന്റെ കീസ്, മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. ദെൻ മൊഡ്യൂൾ 8 എന്താണ്? യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ് 6 മാർക്കാണ് ആ ഭാഗത്ത് നിന്നുള്ളത്. സിമ്പിൾ മെഷീൻസ്, വർക്ക്, പവർ, എനർജി തുടങ്ങിയ കാര്യങ്ങൾ, അപ്ലൈഡ് മെക്കാനിക്സ്, നമ്മുടെ ലിവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മെൻസുറേഷനും സിമ്പിൾ ട്രിഗണോമെട്രിയും ആ മൊഡ്യൂളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 9 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ തന്നെ 8 മാർക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ? റോഡ് ഡെവലപ്മെന്റ്, ക്ലാസിഫിക്കേഷൻ, അലൈൻമെന്റ്, റെയിൽവേ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും റെയിൽവേ എഞ്ചിനീയറിംഗ് ആണ് കുറെ ഉള്ളത്. ഇതിന്റെ ഫൗണ്ടേഷൻ ഓഫ് ബ്രിഡ്ജസ്, സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജസിനെ പറ്റി ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ റോഡ്, റെയിൽവേ, ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. സിലബസിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുക. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒരുപാട് വലിയ സബ്ജക്റ്റ് ആണ്. സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് മൊഡ്യൂൾ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. അത് മെയിൻ ആയിട്ട് പ്ലംബിംഗ് ഉണ്ട്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സീവർ അപ്പർട്ടൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സീവേജ് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇതിങ്ങനെയാണ് 10 മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളിലും വ്യത്യസ്തമായ മാർക്ക് വെയിറ്റേജുകളാണ്. പരീക്ഷയ്ക്കായിട്ട് I+ ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാ സിലബസും കവർ ചെയ്തിട്ടുള്ള കോഴ്സ് തന്നെയാണ്. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ വിശദാംശങ്ങളും ഒക്കെ ഉണ്ട്. അഡ്മിഷൻ എടുക്കാനായിട്ട് ആ നമ്പറുകളിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. ഇനി മനസ്സ് വെച്ചാലും ചിട്ടയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ടോപ്പ് റാങ്കിൽ എത്തുകയും ഈ ജോലി നേടിയെടുക്കുകയും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.